ആദ്യമായിട്ട് കവചേച്ചിനെ കാണുന്ന ഓർമ്മയുണ്ടോ? ആദ്യത്തെ കണ്ടപ്പോ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. ഞാന് മോനോട് പറഞ്ഞു, മോനെ അനക്കൊന്ന് ആ കുട്ടീനെ കാണണം. അപ്പോൾ എൻ്റെ ആങ്ങളെ എൻ്റെ ഭാര്യനെയും കൂട്ടി ഞാൻ പോയി. അമ്മക്ക് ഒരു സാരി, എൻ്റെ മോൻ എനക്കൊരു സാരി മേടിച്ചു തന്നു പോകാൻ കൊടുക്കാൻ വേണ്ടി. പിന്നെ ആ സാരി കൊടുത്ത് ഞാൻ എൻ്റെ ആങ്ങളെ എൻ്റെ ഓളെ കൂട്ടിട്ട് പോയി. അമ്മ പോകുന്നതിന് ഞാൻ പറയാന്ന് ഇവിടെ ആരെ വിളിച്ച് നല്ല ഡ്രസ് എടുത്തിരിക്കണേ, വീട്ടിൽ നിന്ന് ആളെല്ലാം വരുന്നല്ലേ, ഇവളൊരു വയലറ്റ് എന്തോ ഒരു വയലറ്റ് ഒരു കളറ് ഒരു പൂക്കളുള്ള ഒരു പിന്നെ ചുരിദാറിന്റെ ടോപ്പ്. അല്ലല്ലേ അത് ഓക്കെ അറിയാം. നീ തൊഴിഞ്ഞു പോണെന്ന് അങ്ങനെ നല്ല നല്ല ഭംഗിയില്ല. അപ്പൊ ഞാൻ പോയി മോളെ, ഇവര് ഞങ്ങള് മൂന്നാളും കൂടി പോയി. പിന്നെ ചെല്ലുമ്പോ ഇവള് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ, ഒരു കാണണ്ടേ, ആ ഒരു ആകാംക്ഷയിൽ ഞാൻ പോയി. മൂന്നാളും കൂടി പോയി ചെന്ന് വേഗം ചെല്ലുമ്പോൾ തന്നെ അമ്മ ഇങ്ങോട്ട് പുറത്തു വന്ന് ഞങ്ങൾ ഇരിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ ഇരുന്നു. അപ്പാട് അമ്മ ഞാൻ പറഞ്ഞു ഒന്ന് മോളെ വിളിക്കപ്പാന്ന് പറഞ്ഞു. അപ്പാട് മോളെ ഒന്ന് വിളിച്ച് ഇവള് പറയും പോലെ ഭയങ്കര ഒരു ശങ്കയിലല്ലേ, ഒരാള് പുറത്തുനിന്ന് വരുമ്പോ ഒരു മടി ഉണ്ടാവില്ല വരെ. അതുപോലെ ഞാനിങ്ങനെ മീശോ ചോദിക്കും മീശ പഠിക്കണമെന്ന് തോന്നി ഒപ്പിച്ചൊപ്പി മതിയോന്ന് ചോദിച്ചിട്ട് സത്യോ അയ്യോ പോകണ്ടേ എന്റെ പെണ്ണ വരെ വെച്ചോണ്ട് പോയി. അത് നടക്കുന്നതാണ് കേരളത്തില്. അല്ല അത് അമ്മ പറയുന്നല്ല, ഒരു സ്ഥലത്ത് ആളെ കാണാൻ നോക്കുമ്പോൾ ആകാശം വേഗം ഓടിപ്പോയി അത്ത് പോയി ലാസ്റ്റ് നിമിഷം വരെ ഒന്ന് മുടിയൊന്ന് സെറ്റാക്കി എന്നെങ്ങനെയാ ഒന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുന്നല്ലേ, അപ്പൊ ഭംഗിയാക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ നിങ്ങൾ ഇവിടെ വരുമ്പോയാലും നമ്മൾ മുഞ്ചാകാൻ വേണ്ടി നോക്കില്ലേ. എല്ലായിടത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അമ്മ വിളിച്ചു വേഗം അകത്തുനിന്ന് വന്നപാട് വന്ന് ഇങ്ങനെ ഒരു ഇതായിട്ട് കുത്തൊട്ട് നോക്കിയിട്ട് വന്ന് അവിടെ അടുത്ത് നിന്നപാട് ഞാൻ വേഗം പോയി ഇവളെ കൈപിടിച്ചു. കൈപിടിച്ച് ഇവളെ എൻ്റെ മുഖത്ത് നോക്കി, ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പം അങ്ങനെ എൻ്റെ ഭാര്യയുണ്ട് അപ്പുറം, അവളും കണ്ട് ഞങ്ങൾ ഇങ്ങേക്ക് വന്നു. ഞങ്ങൾ കണ്ട് ചായയെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ അമ്മയാന്ന് എന്നാ പറയണ്ടേ, അമ്മേനെ ഞങ്ങൾ അതേ കൂട്ടണമെന്ന് ഉള്ളേ. ഞാൻ പറഞ്ഞു എനക്ക് പറ്റിയ ആളന്നെ അല്ലേ മോനെ, എനക്ക് പറ്റിയ ആളന്നെ അമ്മ. എന്തായാലും മനസ്സിൽ വിചാരിച്ചു ശരിയാകുമായിരിക്കും. ഇവര് ശരിയാക്കി, അവരവിടെ ശരിയാക്കി, അവരെ ഉറപ്പിച്ചു ഇവളാങ്ങള. ഞാളിങ്ങോട്ട് വന്ന് പിന്നെ ഇവരങ്ങോട്ടും വിളിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞ് ഇത് ഉറപ്പാക്കി. അങ്ങനെയാണ് മോളെ. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചിന് ഈശ്വന്റെ അപ്പാ ഇത്ര ദൂരത്തിൽ എൻ്റെ മക്കൾ ഒരിക്കൽ കല്യാണം കഴിഞ്ഞാല് എങ്ങനെ ദൈവമേ വരുവാ, വന്നാൽ ഞാനെങ്ങനെ വരുമ്പെല്ലാം എനിക്ക് വരാൻ കഴിയാ, ഇവരെ കൂടാ എപ്പോഴും എനിക്ക് വരാൻ കഴിയാ, എങ്ങനെ എൻ്റെ മക്കളെ ഒറ്റക്ക് ഞാൻ അയക്കുക, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആകപ്പാടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 ഓട്ടം പോകുന്നത് എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ആ നാട്ടിൽ പോകാൻ ഒരു ഭയങ്കര ഇഷ്ടം. അത്രക്ക് നല്ലൊരു നാടും ഒരു എല്ലാം ഒരു പൂക്കളും അപ്പുറത്തും ഇപ്പുറത്തെല്ലാം ആയിട്ട് നല്ലൊരു ഭംഗി. അവരെ നാട്ടില് നല്ലൊരു വൃത്തി ഉള്ളൊരു നമ്മളില്ലേ ഇവളൊരു സ്പെഷ്യൽ സംഭവല്ലേ. നമ്മള് കല്യാണം കഴിച്ച അവള് ക്യാരക്ടർ അങ്ങനെ ഒരു സ്പെഷ്യൽ സംഭവമാണ്. എനിക്ക് അത് ആദ്യം അറിയില്ലായിരുന്നു. പക്ഷെ അവർ പറയുന്നാലും ഞാൻ അവര് പറഞ്ഞതിനെക്കാട്ടി എനിക്ക് ഭയങ്കര സംഭവം എനിക്കറിയും. ഒന്നാമത് നമ്മള് അതുപോലെ തന്നെ ഭയങ്കര നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഓരോരോ ആൾക്കാർ വിവാഹത്തിനായിട്ട് ഇറങ്ങുന്നത്. നമ്മൾ കല്യാണം കഴിച്ച് വരുന്ന കുട്ടീനെ നമ്മൾ അങ്ങനെ തന്നെ നോക്കണം. നമ്മളൊരു പെങ്ങളെ നമ്മളൊരാൾ കല്യാണം കഴിച്ചോണ്ട് പോയാൽ അവർക്ക് എന്തെല്ലാം അവിടെ കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നോ അതെല്ലാം നമ്മളെ ഭാര്യയ്ക്ക് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ആണ് നമ്മളിങ്ങനെ ആഗ്രഹിക്കില്ല അവിടെ അങ്ങനെ കിട്ടണം. അതേപോലെ നമ്മൾ ഇവർക്ക് എങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പുള്ളിക്കാരി ആണെങ്കിൽ നല്ല നമ്മൾ അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഇതായതുകൊണ്ട് നല്ല പെരുമാറ്റമായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ എല്ലാം അപ്പുറത്താണ്. അതൊരു എല്ലായിടത്തും ഒരു കിട്ടലാന്നെല്ലാം പറയില്ലേ, അത് കിട്ടലാണ്. അതൊരു ഭയങ്കര ലക്കായിട്ടുള്ള ഒരു 5-8 മാസം കഴിഞ്ഞിന് കല്യാണം കഴിക്കുമ്പോ. 8 മാസം 9 മാസം ആൾക്കാരെല്ലാം ഇടുന്ന് പറയും എന്നോടൊന്നും പറയില്ല. ഇപ്പൊ ഞങ്ങളിങ്ങനെ പഠിക്കും നിക്കുവാ പെണ്ണാട
തൊഴിലുറപ്പ് 8-9 മാസം നിന്നാല് വെക്കുവാ പെണ്ണാട അവള് പോവില്ലേ? ഞാൻ പറയൂ അവരോട്, അനക്ക് എന്റെ വീട്ടിലേക്ക് എന്റെ മോനും അനക്ക് ഉള്ളതാണെങ്കിൽ ഏടി പോവില്ല, ഇല്ലാതാണെങ്കിൽ പോയിക്കോട്ടെ. എന്നാലും ഞാൻ അവരോടൊന്ന് പറയും, വന്നാൽ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല. വിളിച്ചാല് മര്യാദക്ക് എടുക്കൊന്നുമില്ല. ഫോൺ യൂസ് ചെയ്യില്ല. ഞാനൊരു ഫോൺ കൊണ്ട് കൊടുത്തു. ഇനി ഇവിടെ ഫോൺ എടുക്കൂല നമ്മള് വിളിച്ചാല്. അപ്പം ആള് കന്നഡയിലും ചേട്ടൻ മലയാളത്തിലല്ലേ സംസാരിക്കുക? മലയാളം കന്നഡ മിക്സ്ഡ് ആയിട്ട്. അപ്പൊ കന്നഡ അറിയായിരുന്നോ? അല്ല, അതിന്റെ ഫോൺ എടുക്കാതെ ചോദിക്കുക, അല്ലെങ്കിൽ ഏരിക്കെന്താ എടുക്കാതെ പറയും. അല്ല, ഇവര് കുറെ ആണുങ്ങളുടെ വീടല്ലേ, അപ്പൊ ഇതെടുത്ത് ആരെങ്കിലും മുലക്ക് പോയിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ചമ്മലുകൊണ്ട് വയ്യ പറയുന്നു. ഇപ്പഴേ നാടാ കുട്ടികളെ ആളിപ്പോഴാ ആ ഒരു പെണ്ണാണ് സ്ഥലത്താ. അത് അന്നേരം ഞാൻ വിളിച്ചെടുക്കില്ല. ഇപ്പൊ വിളിച്ച് ഞാൻ പുറത്തു വിട്ടാൽ ഞാൻ എടുക്കില്ല. അങ്ങനെ ഒരു പണി അതെല്ലാരും അങ്ങനെയാണ്. അന്നേരം ആണുങ്ങൾ വിളിച്ചോണ്ടിരിക്കും. കല്യാണം കഴിഞ്ഞ ഇവര് നമ്മളെ വിളിച്ചോണ്ടിരിക്കും. അതിന്റെ ഒരു ഗുട്ടൻസ് എന്താ? അതെന്താ അങ്ങനെ? അത് ഞാൻ അടുത്തൊരു ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്യാം. പക്ഷെ വേറെ ഉണ്ട് കേട്ടോ. ഇപ്പം ചേട്ടന്റെ ഇപ്പം കേരളത്തില് ആൺകുട്ടികൾക്ക് പെണ്ണിപ്പ കിട്ടുന്നില്ല എന്നൊരു പ്രധാന ചർച്ചയുണ്ടല്ലോ. സോ അത് ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടോണ്ടിരിക്കുന്നതാണ്. കാരണം എന്തുകൊണ്ടാ പെണ്ണ് കിട്ടാത്ത? അല്ലെങ്കിൽ ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ജോലി ഉണ്ടാവും, നല്ല ആളുകളായിരിക്കും, പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല. ഇന്നത്തെ കാലത്ത് കുറേ ആൾക്കാർ, കുറേ ചേട്ടന്മാർ ഇപ്പോഴും അതിന്റെ ഒരു പ്രഷറിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. സോ അവരോട് എന്താ പറയാനുള്ള കാരണം? നമ്മള് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, മിസ്റ്റർ മോഹൻ നിങ്ങൾ നടനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൾ നമ്മള് ലക്ഷ്യത്തിലേക്ക്, അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളതിൻ്റെ അകത്ത് എപ്പോഴാണോ പിന്തിരിയുന്നത് നമ്മൾ പരാജയം തുടങ്ങും. നമ്മൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ആഗ്രഹവും അതിനുള്ള ഒരു ഇതിനു വേണ്ടി നമ്മൾ പുറകെ പോകാൻ പ്രകൃതി വരെ കൂടെ വെക്കും. ചിലപ്പോൾ നമ്മൾ തൊട്ട വീട്ടിനപ്പുറത്തെ പെണ്ണേക്ക് നമ്മൾ കല്യാണം കഴിക്കേണ്ടി വരും. അത് അതിന് എത്ര ശതമാനം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങുന്നതിലാണ്. ആത്മാർത്ഥം പറഞ്ഞാൽ ഒരു 3-4 വട്ടം പോകുമ്പോൾ അവർ അവഗണന കിട്ടുമ്പോൾ നമുക്ക് ഫീലായിട്ട് മാറില്ല. അവിടെ തീർന്നു മാറിക്കഴിഞ്ഞാൽ അതവിടെ തീർന്നു. നമ്മൾ അതിന് വേണ്ടിയിട്ട് പുറകെ ചെയ്തുകൊണ്ടിരുന്ന ഇത് നല്ല എല്ലാ കാര്യവും നമുക്ക് എന്തായാലും അത് വന്ന് ചേരും. അതായത് നോർമലി പ്രകൃതിൻ്റെ ഒരു ഇതാണ്. നമ്മൾ ആരും ഇതല്ല, നമ്മളത് ചെയ്യുമ്പോൾ നമ്മളതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും വരും. അപ്പോൾ പലർക്കും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ പെണ്ണാണ് 2-3 സ്ഥലത്ത് പോകുമ്പോൾ തന്നെ ആവൂല. പിന്നെ ഭയങ്കര ഈ നേരത്തെ പറഞ്ഞ പോലെ ബീച്ച് ശരിയാക്കലും സെറ്റാക്കലും അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇല്ലേ ഒന്ന് പറഞ്ഞൊരു കുട്ടീനെ കണ്ടുപിടിച്ചാൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ പെണ്ണാണ് പോകും, ആ വീട്ടിൽ അത് ഒക്കണം, ഇതൊക്കണം, അതൊക്കണം, എല്ലാം ഒപ്പിച്ചിട്ട് നമ്മളവിടെ പോകുമ്പോഴേക്ക് അതായിട്ടില്ലെങ്കിൽ ഇഷ്യൂ ഒന്ന് പോയി. ഇനി പിന്നെ ഒരു 100-1 1000-10,000 ഒരു ചാൻസ് കിട്ടും ഒരു പെണ്ണെ കാണാൻ. നമുക്ക് ഒരു ഉത്സവത്തിലൊക്കെ നമ്മളിപ്പോൾ പോയി കണ്ടുവരിക്കും ഒരു പെണ്ണ്, അതിൽ തന്നെ നമുക്ക് ഒരു അല്ലേ ചാൻസ് കിട്ടണമെന്നില്ലല്ലോ. ആ പെണ്ണിനെ പോകുന്ന സമയത്ത് അതങ്ങ് റിജക്റ്റ് ആകുന്ന സമയത്ത് നമ്മൾ തളർന്നു പോകും. പെട്ടെന്ന് നമ്മൾ തളരാണ്ട് അതിൻ്റെ പുറകെ മറ്റൊരു ആദ്യം അന്വേഷിക്കുക, പോവുക. നമ്മളത് അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നത് കേട്ടോ. എന്നാൽ ഇവരിങ്ങനെ പറയുന്ന പറയണ്ട, അതിനോട് പോയിക്കൊണ്ട്. കാരണം അല്ലോ അതിന് ശേഷം വിളിക്കലുണ്ട്, ഇങ്ങനെ പെണ്ണ് അങ്ങോട്ട് ഉണ്ടോയെന്ന് ചോദിക്കും. നമ്മൾ പെണ്ണുണ്ട്, നിങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് നടക്കും. അങ്ങനെ ഒരു പോക്കാടെ പോയി ഇപ്പോൾ തളർന്നു പോയിട്ട് പിന്നെ നമുക്ക് ദൂരത്തല്ലേ, പിന്നെ അന്വേഷിക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് കുറേ ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്താലേ കിട്ടും. പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏച്ചിമാരിലൂടെയുള്ള സമയത്ത് ഒരു പുള്ളിക്കാരുടെ പെണ്ണ് കാണാൻ വന്നാൽ നമ്മൾ ഇവിടെ വന്ന് അപ്പുറത്ത് ആടെ പോയി പെണ്ണുണ്ട് ഏലാ ഇഷ്ടം എന്ന് വെച്ചാൽ പുള്ളി അങ്ങോട്ട് പറയും, ആർക്ക് ആ പെണ്ണ് മതി, അല്ലെങ്കിൽ ആ പെണ്ണ് അനിയത്തി ചിലപ്പോൾ ആ കുട്ടീനെ കുറച്ച് അല്ല നമ്മളൊരു അനുമതി കഴിച്ചത് പറയുന്നത്. അപ്പോൾ അത് മതി പറഞ്ഞാൽ അതിനെ കഴിച്ചു അപ്പോൾ തയ്യാറാ വീട്ടുകാർക്ക് കൊടുക്കാൻ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മള് ഒരു 100 ആൺകുട്ടികൾ വരുമ്പോൾ അത് ഒരു പെണ്ണെ ഇതാക്കാൻ പറ്റും. പിന്നെ ജോബ്, ഓരോ കാര്യങ്ങൾ അല്ല ഒരുപാട് എന്നൊന്നും കൊറേ പറയേണ്ട വരും. ഇപ്പൊ ബിജുചേട്ടൻ്റെ ലൈഫ് പലർക്കും മോട്ടിവേഷൻ ആണ്. കാരണം ബിജുചേട്ടൻ ചെയ്യാത്ത ജോലികളില്ല, അല്ലെങ്കിൽ ബിജുചേട്ടൻ തുടങ്ങിയ ഇപ്പൊ നിൽക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. ചേട്ടന്റെ ചുറ്റുപാടില് ചേട്ടൻ ജീവിച്ചു തുടങ്ങിയ സ്ഥലത്ത് ഇന്ന് ബിജുചേട്ടനെയും ഫാമിലീസിനെയും അറിയുന്ന ഒരുപാട് പേരുണ്ട്. അത് കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ. അപ്പോൾ ഈ ഒരു ജേണി ഉണ്ടല്ലോ, ഈ ഒരു യാത്ര, ആൻഡ് ഈ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. ഡ്രൈവറായിട്ട് ജോലി ചെയ്തു, ഇപ്പോൾ നമ്മൾ കുറേ ജോലികൾ ചെയ്തു. പക്ഷേ എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട്? ഇന്ന് കാണുന്ന ഒരു യൂട്യൂബർ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. പക്ഷെ അതിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ യാത്ര ഓർക്കുമ്പോൾ എന്താ തോന്നുക ചേട്ടന്? ആദ്യം ചെയ്ത ജോലി മാത്രം പറയാം. ഞാൻ കരിങ്കൽ കോറിയിൽ കല്ലിങ്ങനെ ഈ റോഡിന് കല്ലിങ്ങനെ അടിച്ച് ചെറിയ പീസാക്കുന്നില്ലേ, സോളിങ്, അത് അടിക്കല് ക്രഷർ കൊണ്ട് പോയിട്ട് അത് ജില്ലിയാക്കും, അങ്ങനെയല്ലേ മാറും. ആ കല്ലടിക്കലാണ് എൻ്റെ പരിപാടി. അത് കുറേ നാളെടുത്തു. പിന്നെ ലോറിയിൽ ക്ലീനർ, അതായത്
ഈ ലോഡ് കൊണ്ടുപോയിട്ട് നമ്മൾ മുടി പറഞ്ഞിട്ട് നമ്മൾ ഇറക്കണം ഈ കല്ല് ഇങ്ങനെ ബാക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ ഇറക്കുക 30 റുപ്യ ഒരു ലോഡിന് ഇങ്ങനെ ഇറക്കുന്നത് ഒരു 3 ലോഡെല്ലാം കിട്ടുക 3 ലോഡ് 4 ലോഡെല്ലാം കിട്ടും. അത് തന്നെ രണ്ടാമത്തെ പണി. പിന്നെ വേറെ ആ അവിടെ വരുന്ന അതിലിടക്ക് ഇത് മാറി മാറി വരും കേട്ടോ. ചെറിയ കല്ലടിക്കുന്നത് വലിയ കല്ലിലേക്ക് മാറും അടിക്കൽ. അങ്ങനെ കുറേ വർഷം അതെടുത്തു. പിന്നെ നേരെ ഒരു ലോറീൻ്റെ അകത്ത് ക്ലീനറായിട്ട്, അതായത് മണ്ണ് തട്ടാൻ പോകുന്ന ലോറിൻ്റെ അകത്ത് ക്ലീനർ, അത് ക്ലീനറും പിന്നെ മണ്ണ് തട്ടില്ല, സൈറ്റിൽ നിന്ന് മണ്ണ് തട്ടൽ. പിന്നെ നേരെ തിരിച്ച് അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന സമയത്ത് ഗ്യാസിൻ്റെ വണ്ടിയിൽ ലോഡിങ്. ഗ്യാസ് ഇപ്പം ഇങ്ങനെ രാജാവായിരുന്നു ലോഡിങ് ഇറങ്ങിങ്ങനെ പോകുമ്പോൾ ഗ്യാസ് എടുത്ത് പോകുമ്പോൾ വീഡിയോയിലും കാണുന്നുണ്ട്. അതെടുത്തു കുറേ വർഷം. അത് നമ്മളെ പെങ്ങളെ ഭർത്താവിൻ്റെ ഇല്ലാണ്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പെയിൻറ്റിങ്, കിണർ കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. പിന്നെ ഞാൻ നാട്ടിലെടുക്കാതെ പണി ദഹനം ഭക്ഷണം വെക്കാൻ പോകുന്ന അസിസ്റ്റൻ്റായിട്ട് എടുക്കാതെ പണി എനിക്ക് അങ്ങനെ ഇന്നൊന്നുമില്ല. എല്ലാ പണിക്കും നമ്മൾ പോയി. എൻ്റെ വന്നിട്ട് ഇവിടെ നാട്ടിൽ തന്നെയുള്ള മില്ലിൽ മരത്തിൻ്റെ ഇതെല്ലാം കൊണ്ടുപോകുന്നൊരു വണ്ടിയിൽ ഇതായിട്ട് കയറി. പിന്നെ ജീപ്പ് അത് ഇത് വണ്ടികൾ ചെറിയ വണ്ടി ഓട്ടാൻ തുടങ്ങി ആദ്യം. പിന്നെ ഈ പൂഴി മണൽ വണ്ടിയിൽ ഡ്രൈവറായി. മണൽ അറിയാമോ പോകുന്നത് ആ വണ്ടിയിൽ കുറച്ച് നാൾ, അതിൽ കുറച്ചല്ല 4-5 വർഷം അതിൽ എന്താ പറയുക. അന്നേരം ഞാൻ വീടെല്ലാം അങ്ങനെ സെക്യൂരിറ്റിയെല്ലാം വെച്ചിട്ട് വീട്ടിലാക്കി അങ്ങനെ അതിൽ പണിയെടുത്തോണ്ടു. പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് പ്രൊമോഷൻ കിട്ടിയത് ബസ്സിൽ ഡ്രൈവറായിട്ട് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്രമല്ല ആ കല്ലിൻ്റെ അതിലെടുക്ക് കല്ലിൻ്റെ പണി എടുത്തു കേട്ടോ. ഈ പണിയിൽ നമ്മളെ നാട്ടിൽ പണിയില്ലേ ആ കല്ലെടുക്കൽ. അതിപ്പം പറഞ്ഞാൽ അടുത്ത് എനിക്ക് ഒരു ലോഡ് ഞാൻ ഈ വീട്ടിന് മതിലെല്ലാം കിട്ടി ഞാൻ ആ സമയത്ത് കല്ലെടുത്തുകൊണ്ട് പോയി. പക്ഷെ ഇപ്പം എടുത്ത് പറഞ്ഞ ഒരു കല്ല് പെട്ടെന്ന് എടുക്കാനൊക്കെ ആകുന്നില്ല കേട്ടോ. അന്നേരം നമ്മൾ അതിൻ്റെ ലോഡ് തട്ടലും പരിപാടി എൻ്റെ ഡ്രൈവറായിട്ടും ലോഡിങ്ങിലും ഞാൻ തന്നെ. ഇങ്ങനെ ഞാൻ മാത്രമല്ല എൻ്റെ നാട്ടിലുള്ള ഒരുപാട് എല്ലാവരും എൻ്റെ ഏജിലുള്ള എല്ലാവരും ഈ പണിയെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ നെയ്ത്തില്ലേ അത് നമ്മളെ സുഹൃത്തുക്കളുടെ അവിടെ പോയിട്ട് അത് ചെയ്യും. നമ്മൾ എന്തെല്ലോ ഇനി എടുക്കാത്ത പണി എന്ന് പറഞ്ഞാൽ ഇല്ല. ഞാൻ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും എടുത്തിട്ടുണ്ട്. ഞാൻ മാത്രം എടുത്തിട്ട് അങ്ങ് ഭയങ്കര അങ്ങനെയല്ല. ഓരോരാളും എടുത്തിട്ടുണ്ട്, ഞാനും എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെല്ലാം വന്നിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഈ ബസ്സിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൊറോണ വരുന്ന ഈ സൈഡാകുന്ന കുറച്ച് സമയം കിട്ടിയ സമയത്ത് അതിൽ ആകെയുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ വിഷു ഓണമെന്നെല്ലാം വരുമ്പോൾ സ്റ്റേജ് കിട്ടും. അതിൽ കലാപരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കഥയെത്തും ഇങ്ങനെ ആലോചിക്കലും അടുത്ത വർഷം ഒന്ന് ചെയ്യലും സുഹൃത്തുക്കളെല്ലാം കൂട്ടിയിട്ട് ഇതാ ഒരു സന്തോഷം. ആ സന്തോഷം ഒരു ചെറിയൊരു ഫോണിലേക്കാക്കി ഇപ്പം ഞാൻ വീട് വന്നിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെല്ലാം വന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ വീഡിയോ കാണുന്നതായിരിക്കും ചിലപ്പോൾ ഇവനെന്നാൽ ചിലപ്പോൾ മാറുന്നില്ല, മാറ്റമില്ല, ഇവർ അതുപോലെ തന്നെ ഉള്ളു എന്നെല്ലാം തോന്നും. ഞാൻ മാത്രമല്ല നമ്മളെ നാട്ടിൽ ആർക്കും മാറാൻ കഴിയില്ല. കാരണം ഇത് അങ്ങനെ വന്നൊരു ഇതാണ്. അത് മാറുക പറയാൻ നമ്മൾ എങ്ങോട്ടേലും മാറുക, മാറാനൊന്നുമില്ല. ഇനി നമ്മൾ അതിൽ തന്നെ ഉള്ളത്.